PSC അംഗത്വ വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ PSCയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെയുമുണ്ട്. PSC റിക്രൂട്ട്മെന്റ് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലെന്നും ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തട്ടിപ്പുകൾ ഒരുപാട് നാട്ടിൽ നടക്കാറുണ്ട്, അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ കേരളത്തിലെ PSC എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. മനസ്സ ചേരുന്നു. മനസ്സ, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ വിശദീകരിച്ചത്? PSC നിയമന കോഴ ആരോപണവുമായി ഉയർന്ന ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി വ്യക്തമായ ഉത്തരം നിയമസഭയിൽ നൽകിയിരിക്കുന്നത്. ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് PSCയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, PSC റിക്രൂട്ട്മെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയുടെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ നടത്താറുണ്ട് എന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. അത്തരം ഒരു സംഭവങ്ങളൊന്നും PSCയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ ചില തട്ടിപ്പുകൾ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്, അത് നേരത്തെയും നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം തട്ടിപ്പുകൾ ചിലർ ഈയൊരു നിയമന കോഴ ആരോപണ പ്രതികരണങ്ങളൊക്കെയും ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന വ്യാജ പ്രതികരണങ്ങളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയത്. മാനസിയാണ് വിവരങ്ങൾ നൽകിയത്.